ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. സാധാരണ കാണിക്കുന്നത് പോലത്തെ ഡേ ഇൻ മൈ ലൈഫ് അല്ല. ഇന്നിൻ്റെ ജയാൻ്റെ ഒരു ഫുൾ ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവൻ്റെ ഫുഡ് റൂട്ടീന് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതാ നമ്മുടെ ജയാൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ എണീറ്റാൽ ഈ ബ്രഷ് ചെയ്യണ കാര്യം അവനക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവന് ഒറ്റയ്ക്ക് എല്ലാം ഒന്ന് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇവനക്ക് ഞാൻ ഇപ്പോഴും ഈ ഒരു ഫിംഗർ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാര്യം അവനക്ക് ഫ്രണ്ടിലൊന്നും പല്ലില്ല. അപ്പോൾ നമ്മൾ മറ്റേ ബ്രഷ് ഉപയോഗിച്ചാൽ അവനക്ക് വേദനിക്കുമെന്ന് കരുതിയിട്ട് ഇപ്പോഴും ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ സാധാരണ ബ്രഷ് ചെയ്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അത് സാധാരണ നമ്മൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. രാവിലെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല. നമ്മൾ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് എന്താണോ അത് അവനക്കും കൊടുക്കും. അപ്പോൾ ഇന്ന് വെള്ളപ്പം അതേപോലെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അവനക്ക് ഞാൻ നിർബന്ധിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടം കയ്യിൽ അപ്പൊക്കെ ആണെങ്കിൽ കയ്യിൽ ഓരോ പൊട്ടൊക്കെ അങ്ങനെ കൊടുത്താൽ അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് ഇരുന്നിട്ട് അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തം മൂടി കളിക്കും, അല്ലെങ്കിൽ പിന്നെ മുറ്റത്താകും. അപ്പോൾ ഇന്നിങ്ങനെ കുറേ ഇരിക്കണ കണ്ടപ്പോൾ അങ്ങനെ കൊടുന്നെടുത്തപ്പോൾ ചെറിയൊരു പൊട്ടൊക്കെ അങ്ങനെ കഴിച്ചു. പിന്നെ സാധാരണ പോലെ തന്നെ ഓടി കളിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങും. ഞാൻ മുറ്റടിക്കുന്ന സമയം കൊണ്ട് ഓൻ അതിക്കൂടൊക്കെ അങ്ങനെ കളിക്കും. ഇന്നത്തെ പണി എൻ്റെ ചെടിയിലുള്ള പൂവ് മൊത്തം പൊട്ടിക്കലാണ് കേട്ടോ. പിന്നെ അതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇന്നെ മുറ്റടിക്കാൻ ഓനും സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങനെ എല്ലാത്തിനും വിട്ടുകൊടുക്കും കേട്ടോ. കാരണം എനിക്കെൻ്റെ പണികൾ നടക്കണമെങ്കിൽ ഓൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കണം. അങ്ങനെ മുറ്റടിക്കലും കഴിഞ്ഞ് പിന്നെ എൻ്റെ കുറച്ച് പണികളൊക്കെ തീരുന്നത് വരെ ഓൻ അങ്ങനെ കളിക്കുന്നതായിരുന്നു കേട്ടോ. ഇനി അടുത്തത് അവനക്കൊരു 10 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. കുളിയൊക്കെ കഴിഞ്ഞാൽ ഇന്ന് അവനക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കുന്നത് റാഗിയാണ് കേട്ടോ. ഇത് തലേ ദിവസം കിടക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇത് റാഗി മുത്താറി കോറ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫുഡാണ്. കുറേ കാൽസ്യം അയണൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും കൂടെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് ഒരു 1-2 തവണ അരിച്ചെടുക്കും. ഇതിപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ. എന്നിട്ട് പകുതി അങ്ങനെ നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റും. പിന്നെ വൈകുന്നേരം അസുവ സ്കൂളിൽ വരുമ്പോൾ ചിലപ്പോൾ ഓൾക്ക് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം സയാൻക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഡെയിലി ഇതൊന്നുമല്ല കൊടുക്കുക, ഓരോ ദിവസം ഓരോന്നായിരിക്കും. ചില ദിവസങ്ങളിൽ സാധാ നമ്മുടെ കഞ്ഞി ഉണ്ടല്ലോ അത് കൊടുക്കും, അല്ലെങ്കിൽ അമൃതം പൊടി കൊടുക്കലുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടാണ് ഈ സമയമാകുമ്പോൾ കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് പാൽ ചേർത്ത് കൊടുക്കും. പിന്നെ ഇത് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൽക്കണ്ടം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു ഭാഗം അതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര കൽക്കണ്ടോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കും. അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഓനെ കുളിപ്പിക്കും. കുളിയൊക്കെ കഴിയുമ്പോഴേക്കും ചൂടാറിയിട്ട് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ടാണ് കേട്ടോ എനിക്ക് കഴിക്കാൻ കൊടുക്കുക.
ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഫുള്ള് കഴിക്കുന്നില്ല കേട്ടോ. ഇതിലൊരു പകുതി ഭാഗം കഴിച്ചെങ്കിൽ കഴിച്ചു എന്ന് പറയാം, അത്രേ ഉണ്ടാവുള്ളൂ. എന്നാലും അതെങ്കിലും അതാവട്ടെ എന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പരിപാടിയാണ് ഓൻ്റെ ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഓൻ അങ്ങനെ കിടത്തി ഉറക്കും. ഇല്ല ഇല്ല ഞാനിവനെ തൊട്ടിലിൽ തന്നെയാണ് കേട്ടോ കിടത്തി ഉറക്കുക. അതാവുമ്പോൾ സുഖമായിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ അങ്ങനെ കിടന്നുറങ്ങും. ഓനോ ഉറങ്ങി എണീക്കണ സമയം കൊണ്ട് ഞാൻ ആ ഒരു സമയത്താണ് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് ഫ്രീ ആവുക. ഇനി ഞാൻ ഇവൻക്ക് യൂസ് ചെയ്യുന്ന ക്രീമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ആദ്യം മുതലേ ഇവൻക്ക് സെബാമഡിൻ്റെ ക്രീമാണ് ഉപയോഗിച്ചിരുന്നത്. പൗഡറും സോപ്പും എല്ലാം സെബാമഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇവൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ മാക്സ് റിച്ച്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നത് ഈ മാക്സ് റിച്ചിൻ്റെ ക്രീമാണ്. അത് രാവിലെ കുളി കഴിഞ്ഞാലും പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ അങ്ങനെ 2 നേരമായിട്ട് തേച്ച് കൊടുക്കും. പിന്നെ ഇവൻക്ക് ഈ കൊതുകൊക്കെ കടിച്ചാൽ അങ്ങനെ അലർജി ആയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോഷനാണ് ഇത്. പിന്നെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ സെബാമഡിൻ്റെ സോപ്പൊക്കെ നല്ലതാണ്, അതന്നെ യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എപ്പോഴും സ്റ്റോക്ക് വെക്കുന്നതാണ് കേട്ടോ ഈ കുറച്ച് മരുന്ന് ഐറ്റംസൊക്കെ. നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ഒരേ ഡോക്ടറെ തന്നെ കാണിക്കുമ്പോൾ ചെറിയ പനി അതൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഞാനിങ്ങനെ സ്റ്റോക്ക് വെക്കും, പെട്ടെന്ന് കണ്ടാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പനി, ചുമ, പിന്നെ നെയ്സൽ ഡ്രോപ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ. അപ്പോൾ ഓനിനി ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ ഓനിക്ക് ഉച്ചക്കൊക്കെയുള്ള ലഞ്ച് കൂടി റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം മുരിങ്ങയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചീരയുടെ ഇല ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് വേവിച്ചെടുക്കണം. ഈ മുരിങ്ങയില അങ്ങനെ വേവാൻ കുറേ ടൈമൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ അത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇനി മുരിങ്ങയില വെന്ത് കിട്ടുമ്പോൾ 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ അധികവും നാടൻ മുട്ടയാണ് കേട്ടോ 2 കുട്ടികൾക്കും കൊടുക്കാറുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ കുട്ടികളെ ഒരു ദിവസം 1 മുട്ടെങ്കിലും അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് മുട്ട. ഞാൻ എപ്പോഴും ഇവർക്ക് മുട്ട കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ കഴിച്ച് കിട്ടാനാണ് പണി. എല്ലാ ഫുഡും കുട്ടികൾക്ക് നല്ലത് തന്നെയാണ്, പക്ഷേ അവർക്കത് കഴിച്ച് കിട്ടുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. ഇനി വേവിച്ച് വെച്ചാൽ നമ്മുടെ സാധാ ചോറുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് തന്നിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചോറ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് മാത്രമൊന്നല്ല നമുക്കാണെങ്കിലും ഇഷ്ടപ്പെടും. ഇത് ഫുള്ളൊന്നും ഓന് കഴിക്കില്ല കേട്ടോ. ഇതിന് ചെറിയ 2 ഉരുളയൊക്കെ ചിലപ്പോൾ കഴിക്കുള്ളൂ, ബാക്കി ഫുള്ള് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇവന് കഴിക്കുന്നത് അങ്ങനെ കൂടുതലായിട്ട് വീഡിയോ എടുക്കാത്തത്, അടങ്ങി ഒരു ഭാഗത്ത് ഇരുന്നിട്ടല്ല കഴിക്കുക എന്ന് പറഞ്ഞില്ലേ, വീട് മൊത്തം മൂടി കളിച്ചിട്ടാണ് എടുക്കുക. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതും കൂടി കണ്ടാൽ പിന്നെ ഓൻ്റെ കഴിക്കൽ നടക്കൂല. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അങ്ങനത്തെ ഭാഗങ്ങളൊന്നും അധികം വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് അധികം നേരം അവന് ഉറങ്ങിയതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തെ ഉറക്കമൊന്നും ഇന്നില്ല. അപ്പോൾ ഫുള്ള് കളി തന്നെയായിരുന്നു കേട്ടോ.
ആദ്യമൊക്കെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ പണി ഏത് നേരവും ഈ ടോയ്സ് അടക്കി പെറുക്കി വെക്കൽ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ ഓൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കാരണം ഞാൻ എത്ര അടുക്കി പെറുക്കി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓനിക്ക് ഏത് നേരം ഇപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ പണി. പിന്നെ കുട്ടികൾക്ക് കളിക്കാനല്ലേ മേടിച്ചു കൊടുക്കണേ എഴുതിയിട്ട് അങ്ങനെ ഓൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇട്ട് കൊടുക്കും. കളി കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെ ഒരു ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കും. അതിലേക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞാൽ നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ ഓൻ തന്നെ ഒക്കെ പെറുക്കി വെക്കും. അല്ലെങ്കിൽ അതങ്ങനെ അവിടെ ഇട്ട് പോകും. പിന്നെ കുട്ടികളുള്ള വീട്ടിൽ ഈ ടോയ്സൊക്കെ പരന്ന് നടക്കുന്നത് സാധാരണ തന്നെയല്ലേ കരുതിയിട്ട് ഇപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ അതിനായിട്ട് ടൈം ചിലവാക്കലൊന്നുമില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം അസുവേയും കൂടെ സ്കൂൾ വിട്ട് വരാനായി. അപ്പോൾ 2 പേർക്കും കൂടി വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വൈകുന്നേരം അങ്ങനെ ചായ ഒന്നും കൊടുക്കലില്ല കേട്ടോ. രാവിലെ അപ്പത്തിൻ്റെ കൂടെ ചായ കൊടുക്കും. പക്ഷേ വൈകുന്നേരം രണ്ടാൾക്കും അധികം ചായ കൊടുക്കാറില്ല. ഞാനിവിടെ ചായ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ജ്യൂസ് അടിക്കുകയാണ്. നേന്ത്രപ്പഴം പിന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അതും ഒരു 2 ടീസ്പൂൺ പീനട്ട് ബട്ടറും കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒരു ജ്യൂസ് അടിക്കും. എന്നിട്ട് 2 പേർക്കും ഇന്ന് വൈകുന്നേരം അതാണ് കേട്ടോ കൊടുക്കുന്നത്. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ വൈകുന്നേരം ഈ ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ 2 പേർക്കും കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ പാല് മാത്രം കുടിക്കാൻ കൊടുക്കും. ചായ ഞാൻ അധികം വൈകുന്നേരം കൊടുക്കാറില്ല. പക്ഷെ എൻ്റെ സയാൻക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓന് നന്നായിട്ട് കണ്ടാൽ കുടിക്കും. അപ്പം ഞാൻ മനഃപൂർവ്വം വൈകുന്നേരം ചായ ഉണ്ടാക്കി വെക്കാറില്ല. ഇത്ര കട്ടിയായാൽ സയാൻ കുടിക്കില്ല കേട്ടോ. സയാൻക്ക് കുറച്ച് ലൂസിൽ വേണം ജ്യൂസും. എന്തായാലും കട്ടിയിലുള്ളത് അങ്ങനെ കുടിക്കില്ല. അപ്പോൾ കുറച്ചും കൂടെ പാല് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കും. പിന്നെ 2 കോഴിമുട്ടയും കൂടെ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഞാൻ അധികം നാടൻ മുട്ട തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. മറ്റേ മുട്ട ഞാൻ തീരെ കൊടുക്കില്ല എന്നല്ല, പക്ഷെ അധികം ഇത് തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടു ഇങ്ങനെ മുട്ട പുഴുങ്ങുമ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മുട്ട പൊട്ടൂലാന്ന്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പൊട്ടിയിട്ടൊന്നുമില്ല, പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ തൊലിച്ചെടുക്കാനൊക്കെ നല്ല ഈസി ആവും എന്നൊക്കെ കണ്ടപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയാൽ കുറച്ച് നേരം മുറ്റത്തേക്ക് കളിക്കാൻ വിടും. അപ്പോൾ ഇന്ന് പുതിയ ചെരുപ്പിട്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒന്ന് വീണു കേട്ടോ. എണീക്കാതെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. പിന്നെ മുറ്റത്തുനിന്ന് കയറിയാൽ ഒന്ന് കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും. പിന്നെ പണി ഇതന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു സമയം അസുവാനെ പഠിപ്പിക്കാനിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് അസുവാനെ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു ബുക്കും ഒരു കളർ പെൻസിൽ എന്തെങ്കിലും കൊടുത്താൽ അങ്ങനെ എന്നെ പഠിപ്പിക്കാൻ സമ്മതിക്കും. അല്ലെങ്കിൽ പിന്നെ ബുക്കിന് കരച്ചിലാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അധിക ദിവസങ്ങളിൽ ഈ ഒരു സമയത്ത് ഇതന്നെയാണ് കേട്ടോ പണി. ഇതെന്താ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സയാൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസമൊന്നും ഇതേപോലെ ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.